നമുക്കിന്ന് ബയോളജിയും ഫിസിക്സും ഒരുമിച്ച് പഠിച്ചാലോ? ബയോളജിയിലെ മെക്കാനിസം ഓഫ് റെസ്പിറേഷനും ഫിസിക്സിലെ ബോയ്ൽസ് ലോയും നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉള്ളത്? ഇൻസ്പിറേഷനും ഉണ്ട്, എക്സ്പിറേഷനും ഉണ്ട്. ഇൻസ്പിറേഷന്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ചെസ്റ്റ് കാവിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നു, എയർ ഉള്ളിലോട്ട് നടക്കുന്നു. എങ്ങനെയായത് നമുക്ക് ബോയ്ൽസ് ലോനായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റുക? ബോയ്ൽസ് ലോ എന്താ പറയുന്നത്? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നല്ലേ? അപ്പോൾ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റ് കാവിറ്റീനെ ഒരു ബോക്സ് ആയിട്ട് സങ്കല്പിക്കുക. അതിന് മുന്നോട്ടും താഴോട്ടും അതിൻ്റെ വോളിയം കൂടും. അപ്പോൾ നിങ്ങളുടെ റിബ്സ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സ്റ്റേർണം ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെ ഒരു ബക്കറ്റ് ഹാൻഡിലിനെ പോലെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ബക്കറ്റിൻ്റെ ഹാൻഡിൽ പൊന്തിക്കുമ്പോൾ അത് എക്സ്പാൻഡ് ആവുന്നത് കണ്ടിട്ടില്ലേ? ഇത്രയും വോളിയം അതിനെ കിട്ടുകയാണ്. അതുപോലെ ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്റ്റേർണം മുന്നിലോട്ട് പൊന്തും. അപ്പോൾ അത്രയും വോളിയം കൂടുമ്പോൾ എന്തുണ്ടാകും? പ്രഷർ കുറയും. അപ്പോൾ പുറമേന്ന് എയർ ഉള്ളിലോട്ട് വരും. അതുപോലെ തന്നെയാണ് എക്സ്പിറേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബക്കറ്റിന്റെ ഹാൻഡിൽ എന്തായി? താഴ്ന്നു. അപ്പോൾ റിബും സ്റ്റേർണും എന്തായും താഴും. അന്നേരം വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ എന്താകും? പ്രഷർ കൂടും. പ്രഷർ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താകും? ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പ്രഷർ പോകും. ഇതിനെയാണ് നമ്മൾ എക്സ്പിറേഷൻ എന്ന് പറയുന്നത്.